എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തക്കാളി കൃഷിയെ പറ്റി A to Z ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം വീട്ടിലൊക്കെ അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പറയാനുണ്ട്. പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സംഭവം കുറച്ചങ്ങോട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറി ഒന്നും ഒരു കുഴപ്പമില്ലാതെ നല്ല സൂപ്പറായിട്ട് വളർന്നു വരും. അപ്പോൾ ഇതേപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ തക്കാളി കൃഷിക്കായിട്ട് വേണ്ട സംഭവം ആദ്യം മണ്ണ് ഇത് കണ്ടല്ലോ, കുമ്മായമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ് കേട്ടോ, ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത മണ്ണാണ്. പിന്നെ വേണ്ടത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ആട്ടുംകാഷ്ടമോ കോഴിവളമോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. കോഴിവളമൊക്കെ ചൂടാണ്, അടിവള വഴിവിടെ കൊടുക്കുന്നത് കൊള്ളാം, പക്ഷെ ഞാനിപ്പോൾ അത് ചൂസ് ചെയ്യുന്നില്ല. പിന്നെ ഗ്രോ ബാഗ് ആണെങ്കിൽ സൈസ് ഇത്രയെങ്കിലും വേണം കേട്ടോ, 24 സെൻറ്റിമീറ്റർ ഈ തിക്നെസ്സിലുള്ള ഗ്രോ ബാഗെങ്കിലും വേണം നമുക്ക്. എങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്താനൂടെ പറ്റത്തുള്ളൂ. ചെറിയ ഗ്രോ ബാഗ് ആണെങ്കിൽ പാടായിരിക്കും. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതെല്ലാം ഗ്രോ ബാഗിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ തവണ ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ്. ഞാൻ സിമെൻറ്റ് ചാക്കിൽ ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. കാരണം അതിനേക്കാളും നല്ലതായിട്ട് അതിൻ്റെ വിസ്താരം ഉണ്ട് താനും, സപ്പോർട്ടൊക്കെ നന്നായിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്തവണ ഞാൻ ചാക്കിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സിമെൻറ്റ് ചാക്കൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് സിമെൻറ്റ് ചാക്കാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലെടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിനകത്താണ് ഞാനിത് നിറയ്ക്കാൻ പോകുന്നത്. പിന്നെ കരിയില ഞാൻ ഓൾറെഡി സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവം മതി നമുക്ക് ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി. സീഡ് എപ്പോഴും നമ്മൾ ഈ ട്രെയിൽ ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്നത് നല്ലത് കേട്ടോ. ഞാൻ നേരത്തെ എല്ലാം അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പം ഒരു തക്കാളി നമ്മുടെ ഇതിൽ നിന്ന് പറിച്ച് ഞാനൊരു ഗ്രോ ബാഗിൽ ജസ്റ്റ് ഇട്ട് വെച്ചിരുന്നത് കിളിച്ച് നിൽക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കത് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ എടുത്തിട്ടാണ് ഇപ്പം പറിച്ച് നടാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ കിളിപ്പിച്ചാലും ഓക്കെയാണ്. പക്ഷെ നമ്മളിത് എടുക്കുമ്പം അതിൻ്റെ വേര് പൊട്ടാതെ നമ്മൾ എടുക്കണം. മറ്റേ ട്രെയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. വേരോടെ നമുക്കത് പൊക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വേര് പൊട്ടാതെ എടുക്കണം. ഇപ്പോൾ ആണ്ടെ 5 ഇതൊക്കെ ശിഖരങ്ങളൊക്കെ ആയിട്ടുണ്ട്. 4, 5 ഇതൊക്കെ ആകുമ്പോൾ പൊട്ടി വരുമ്പോഴാണ് നമ്മളിത് മറിച്ച് മാറ്റി നടേണ്ടത് കേട്ടോ. അതാണ് നല്ല പരുവം. നല്ല തക്കാളിത്തൈയാണ്, നല്ല ആരോഗ്യമുള്ള തക്കാളിത്തൈയാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പം നമുക്കത് പറിച്ച് മാറ്റി നടാം. ഇതാണ് കേട്ടോ നമ്മൾ എടുത്ത് വെച്ച ചാക്ക്. അപ്പോൾ അത്യാവശ്യം അതിന് നല്ല സൈസൊക്കെ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് അതിൻ്റെ അകത്ത് കരിയില നിറയ്ക്കാം കേട്ടോ. ഇത് അത്യാവശ്യം പൊടിഞ്ഞു തുടങ്ങിയ കരിയിലയാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഒരു 13 ദിവസമായി ഇതിപ്പം ചാക്കിൽ കെട്ടി വെച്ചിട്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ഏകദേശം ഒരു ഹാഫ് കമ്പോസ്റ്റ് ആയിട്ടുണ്ട് ഈ കരിയില. അതിൽ നമുക്കൊരു 4 നമുക്ക് കരിയില വേണം നിറച്ച് കൊടുക്കാൻ. നമ്മൾ വെയിറ്റ് മാക്സിമം കുറയ്ക്കാൻ നോക്കണം. മണ്ണ് കുറച്ചിട്ട് കരിയില കൂടുതലിട്ട് വളം ഇട്ട് കൊടുത്താൽ മതി. തക്കാളി കൃഷിക്ക് അത് തന്നെ ധാരാളമാണ് കേട്ടോ. ചിലർ ഈ ഗ്രോ ബാഗിന് ഈ ചാക്കിന് ഷേപ്പ് കിട്ടാൻ മതി അതിൻ്റെ അടിവശം കെട്ടിയെടുക്കാറുണ്ട്. ഞാനങ്ങ് കെട്ടി നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ സൈസ് ഒത്തിരി കുറഞ്ഞതായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അത് മൂട് കുത്തിയിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതായാലും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, അതിരുന്നോളും. അപ്പോൾ ഇത് നമ്മൾ കരിയില ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമുക്ക് മണ്ണും ആ വളം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ മണ്ണെടുത്തു. അത് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇപ്പോൾ ഒരു ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടിയുടെ അളവ് കുറച്ച് കൂടിയാലും ഓക്കെയാണ്. ഞാനൊരു 2 പിടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഗ്രോ ബാഗിന് 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എന്നാണ് കറക്റ്റ്. അപ്പോൾ ഒരു പിടി നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് ചാമ്പലോ അതുപോലെ യാതൊരു രാസവളങ്ങളോ ആഡ് ചെയ്യുന്നില്ല. ഫുള്ളായിട്ട് നമ്മൾ ജൈവപരമായ രീതിയിലാണ് കേട്ടോ നമ്മുടെ കൃഷികളെല്ലാം ചെയ്യുന്നത്. ഈ കരിയിലയുടെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മണ്ണും വളവും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രോ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തൈ പറിച്ച് നട്ടു കൊടുക്കാം കേട്ടോ. തൈ എടുക്കുമ്പോൾ അതിൻ്റെ വേരൊന്നും പൊട്ടാതെ കുറച്ച് ഡീപ്പായിട്ട് വേണം അത് പൊക്കെടുത്ത് നട്ടു കൊടുക്കാൻ. നമ്മുടെ തക്കാളി നമ്മൾ മുടോടെ എടുക്കുകയാണ് കേട്ടോ. വേരൊന്നും പൊട്ടാതെ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരുവായിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള തക്കാളി തൈയാണ് നമ്മുടേത്. നമുക്കിത് വെച്ച് കൊടുക്കാം ഇനി ഗ്രോ ബാഗിലേക്ക്. നമ്മൾ തക്കാളിയുടെ തൈ നട്ടു കൊടുക്കുമ്പോൾ മാക്സിമം അത് ഇറക്കി വേണം വെക്കാൻ. അതായത് നമ്മൾ ഈ ഫസ്റ്റ് തണ്ട് വീഴുന്നുണ്ടല്ലോ അവിടെ വരെയെങ്കിലും ഇത് മണ്ണിലേക്ക് ഇറക്കി വേണം വെക്കാൻ കേട്ടോ. കാരണം നന്നായിട്ട് ഇതിൽ വേരൊക്കെ മുകളിൽ നിന്ന് പൊട്ടി വരും. അപ്പോൾ നന്നായിട്ട് വേരൊക്കെ ഓടിയാൽ മാത്രമേ നമുക്ക് നല്ല ഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത്
തണ്ട് പൊങ്ങുന്നതനുസരിച്ച് നമ്മൾ മണ്ണും വളവും ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരു വലിയ ഗ്രോ ബാഗാണ്ട് ഞാൻ 2 മൂട് ആണ് വെച്ച് കൊടുക്കുന്നത്. മിക്ക വലിയ ഗ്രോ ബാഗിൽ ഞാൻ 2 തക്കാളി മൂട് വെച്ച് കൊടുക്കാറുണ്ട്. അത് കുഴപ്പമില്ല, അങ്ങനെ വെച്ച് കുഴപ്പമില്ല. നമ്മൾ വളങ്ങളൊക്കെ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി, അതുപോലെ സപ്പോർട്ടും നമ്മൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു തക്കാളി തൈയുടെ ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 തൈയും വെച്ച് കൊടുത്തു. ഇനിയാണ് നമ്മളെ മെയിനായിട്ടുള്ള കാര്യം ചെയ്യാനുള്ളത്. നമ്മൾ തക്കാളി കൃഷിയായിട്ട് മുളകായിട്ട് എന്ത് കൃഷി ചെയ്താൽ നമ്മൾ മെയിനായിട്ട് പ്രത്യേകിച്ച് തക്കാളി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി തൈയൊക്കെ നട്ടു. അപ്പോൾ നമ്മൾ എന്ത് കൃഷി ചെയ്താലും നല്ല സുന്ദരമായിട്ട് അങ്ങ് വളർന്ന് വന്നിട്ട് തൈകളൊക്കെ കാ പിടിക്കാറാകുമ്പോൾ പെട്ടെന്ന് അതിൽ ചീക്കലും അതുപോലെ അഴുകിപ്പോകുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞളിപ്പ് വരിക, അതുപോലെ ചീഞ്ഞ് പോവുക. എന്താ കാര്യം, നമ്മൾ വളമെല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്, പക്ഷേ എന്നാണെന്നറിയാൻ വയ്യ, അങ്ങനെ വരാറുണ്ട്. അതിനുള്ള ഏക സൊല്യൂഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സ്യൂഡോമോണസിൻ്റെ ലായനിയാണ്. ഇത് നമ്മൾ തൈ നട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മണ്ണിലുണ്ടാകുന്ന എല്ലാ കീടങ്ങളും അത് നശിപ്പിച്ച് കളയും. അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വരും. അപ്പം നമുക്ക് ഇതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവാതെ നല്ല സുന്ദരമായിട്ട് അത് കായ്ഫലം നമുക്ക് തരും. ഇതിപ്പോൾ 20 ഗ്രാമാണ് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തൈയുടെ ചോട്ടിലേക്ക്. ഇതിൻ്റെ മൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നനയുന്ന പോലെ വെള്ളം നനച്ച് കൊടുക്കാം. വെള്ളത്തിൽ നമുക്കിതിൻ്റെ മൂട്ടിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം മണ്ണ് നനയുന്ന പോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇലയിലും തണ്ടിലും മൂട്ടിലുമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് 1 മന്ത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ചെടി ഒരു കുഴപ്പമില്ലാതെ നല്ല സുന്ദരമായിട്ട് വളർന്നു വരും. ഇപ്പം ഞാൻ അങ്ങനെ നട്ടു കൊടുത്ത എൻ്റെ തക്കാളിയാണ് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് 1 മന്ത് ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലതായിട്ട് പൂ വരുന്നുണ്ട്. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, നന്നായിട്ട് കഴിച്ചോളും. ഒരു ടെൻഷനും വേണ്ട. ഒരു ചെടി പോലും നമ്മുടെ പാഴി പോയിട്ടില്ല. നമ്മുടെ അത്യാവശ്യം ഒരു വീട്ടിലേക്കാണെങ്കിൽ ഒരു 5 ഗ്രോ ബാഗിൽ, വീട്ടാവശ്യത്തിനാണെങ്കിൽ 5 ഗ്രോ ബാഗിൽ ധാരാളമാണ്. തക്കാളി ആയാലും മുളകായാലും വെണ്ടയായാലും 5 വെച്ച് നമ്മൾ ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് വിളവ് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെക്ഷൻ ഏകദേശമൊക്കെ കഴിയാറായി. കാഴ്ചയൊക്കെ പഴമൊക്കെ കഴിയാറായപ്പോഴത്തേനും അടുത്ത് ഇതാണ്ട് പൂവിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ഇതും പൂവിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ അടുത്ത സെക്ഷൻ തക്കാളി വെച്ച് കൊടുക്കുകയും ചെയ്തു. നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ പച്ചക്കറിക്ക് യാതൊരു ക്ഷാമം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.